കനോലി കനാലും പടിഞ്ഞാറ് അറബിക്കടലും അതിർത്തി പങ്കിടുന്ന സുന്ദരമായ ഗ്രാമപ്രദേശമുള്ള പഞ്ചായത്താണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത്. 2022 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതിക്കുള്ള അവാർഡ്, മികച്ച സബ് സെന്ററിനുള്ള കായകൽപ്പം അവാർഡ്, മികച്ച മാലിന്യ സംസ്കരണത്തിന് ജില്ലാതല അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ പഞ്ചായത്തായ ശ്രീനാരായണപുരത്തെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. കക്കൂസ് ടാങ്കുകൾ സമയാസമയങ്ങളിൽ വൃത്തിയാക്കപ്പെടാത്തത് ഇതിന് ഒരു കാരണമായി മാറുന്നുണ്ട്. ഈ വിഷയത്തിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് മൊബൈൽ FSTP എന്ന പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയത്. വീടുകളിലെത്തി സെപ്റ്റിക് ടാങ്കുകൾ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ വൃത്തിയാക്കി നൽകുന്നതിന് ഇതിലൂടെ സാധ്യമാകുന്നു. 31,50,000 രൂപ ശുചിത്വ മിഷൻ വിഹിതം ഉൾപ്പെടെ 37,09,661 രൂപയാണ് ഈ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തിന് ചിലവായത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഒരു പൊതു ശ്മശാനം വേണം എന്നത്. എന്നാൽ ഭരണസമിതി അതിനായി സ്ഥലം കണ്ടെത്താൻ നിരവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ശ്മശാനത്തിന് സ്ഥലം നൽകുന്നതിന് ആരും തയ്യാറായിരുന്നില്ല. അതിന് പരിഹാരമായിട്ടാണ് മൊബൈൽ ശ്മശാനം എന്ന ആശയം പഞ്ചായത്ത് കൊണ്ടുവന്നത്. ഇതിനായി 14,62,869 രൂപ മുടക്കി പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. ഇന്ന് നിരവധി കുടുംബങ്ങൾക്ക് സഹായകരമായ ഈ പ്രൊജക്ട് മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടി മാതൃകയാണ്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തമായ ഒരു റഫറൻസ് ലൈബ്രറി എന്നുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടേറെ ലൈബ്രറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വായനയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ജനതയാണ് ശ്രീനാരായണപുരത്തുള്ളത്. അതുകൊണ്ട് എല്ലാ ലൈബ്രറികളെയും സജീവമാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രജിസ്ട്രേഡ് ലൈബ്രറികളിലും, പ്രത്യേകിച്ച് സംസ്ഥാന ഗ്രന്ഥശാലയുമായി രജിസ്റ്റർ ചെയ്ത 7 ലൈബ്രറികൾ ശ്രീനാരായണപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ ലൈബ്രറികളിലെല്ലാം വായനാമൂല സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. എല്ലാ വായനശാലയിലും ലൈബ്രറി സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി ദിനപത്രങ്ങൾ, പത്ര ആനുകാലികങ്ങൾ തുടങ്ങിയവയെല്ലാം നൽകി വരുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധ്യമായിട്ടുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്ത് നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ ചെറുക്കുന്നതിനായാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഏറ്റവും അധികം തുക ചെലവഴിച്ചിട്ടുള്ളത്. വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷന് വേണ്ടി 2,95,000 രൂപയും ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി 4,80,000 രൂപയും ചിലവഴിച്ചിട്ടുണ്ട്. 14,38,122 രൂപ ചെലവിൽ 3 സ്ഥലങ്ങളിൽ വോട്ടർ ATM-ഉം 33,47,700 രൂപ ചിലവഴിച്ച് 7 വാട്ടർ കിയോസ്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ വേനൽക്കാലത്ത് ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം നടത്തുന്നതിനായി പ്രതിവർഷം 18 ലക്ഷം രൂപയോളം ചെലവഴിച്ചു വരുന്നു. ഗോതുരത്ത് പ്രദേശത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കഴിഞ്ഞ വർഷം മാത്രം 30 ലക്ഷത്തോളം രൂപ കുടിവെള്ള വിതരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ ഭരണസമിതി MLA-യുടെ സഹായത്തോടെ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി ഹോട്ട്ലൈൻ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം എല്ലാ മാസവും 3.5 ലക്ഷത്തോളം രൂപ തെരുവോരങ്ങളിലെ പൈപ്പ് ലൈനുകൾക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കുകയും ചെയ്തു വരുന്നുണ്ട്. വരും കാലങ്ങളിൽ കുടിവെള്ള രംഗത്തെ ശാശ്വത പരിഹാരത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സോളാർ ഊർജ്ജം വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഏറ്റെടുത്തത്. ഒപ്പം പഞ്ചായത്തിന്റെ ചെലവുകളിൽ കുറവ് വരുത്തി വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിയുടെ പിന്നിലുണ്ട്. പഞ്ചായത്ത് ഓഫീസ്, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, GLP സ്കൂൾ എന്നിവിടങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വ്യക്തിഗത ആനുകൂല്യം എന്ന നിലയിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന കുടുംബങ്ങൾക്ക് സബ്സിഡിയും നൽകി വരുന്നുണ്ട്. ജനങ്ങൾ നൽകിയ പിന്തുണയും ഐക്യദാർഢ്യവുമാണ്
5 വർഷ കാലയളവിൽ വികസനോന്മുഖമായ ഒരു ഗ്രാമം യാഥാർത്ഥ്യമാകാൻ കാരണമായത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കും ഭരണസമിതിയുടെ യോജിച്ച പ്രവർത്തനവും ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ സഹകരണവും മൂലം നമുക്ക് നിരവധി മാതൃകാ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നത് ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കട്ടെ. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത്. തെരുവ് വിളക്കുകൾ. സ്ട്രീറ്റ് മെയിൻ എക്സ്റ്റൻഷൻ 31,59,810. തെരുവ് വിളക്ക് ഉപകരണങ്ങൾ വാങ്ങൽ 24,36,217. തെരുവ് വിളക്ക് അറ്റകുറ്റപ്പണി 23,62,752 എന്നിങ്ങനെ ആകെ 79,58,777 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. വനിതാ രംഗം. വനിതകളിലെ സ്വാശ്രയശീലം വളർത്തുന്നതിനും ആരോഗ്യകരവും മാനസികവുമായ വളർച്ചയ്ക്കും ഉതകുന്ന നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. 9,45,514 രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ജിം വനിതകൾക്ക് വേണ്ടി SN പുരം മാർക്കറ്റിൽ ആരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. പരിശീലനത്തിനായി 2 ട്രെയിനർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ജിം എന്നതിനു പുറമെ എല്ലാ വാർഡുകളിലും യോഗ പരിശീലനം വ്യാപകമാക്കുന്ന പ്രവർത്തനം കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു യോഗ ട്രെയിനിങ് സെൻറ്റർ ശ്രീനാരായണപുരത്ത് കൊണ്ടുവന്നു. അത് പ്രവർത്തിക്കുന്നത് SN പുരത്തുള്ള ഹോമിയോ ഡിസ്പെൻസറിക്ക് മുകളിലാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി, പ്രത്യേകമായിട്ടുള്ള റൂം സജ്ജമാക്കി, അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ടർ ഉൾപ്പെടെ ലഭ്യമായതിനെ തുടർന്ന് ദിനം പ്രതി 100 കണക്കിന് പേരാണ് പഞ്ചായത്തിൽ യോഗ പരിശീലനം നടത്തി മുന്നോട്ട് പോകുന്നത്. മാലിന്യ പരിപാലനം. കേരള സർക്കാർ നടപ്പിലാക്കിയ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാറിയതിലൂടെ മാലിന്യ പരിപാലന രംഗത്ത് ഏറെ ദൂരം മുന്നോട്ട് പോകാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബയോബിന്നുകൾ, ബോട്ടിൽ ബൂത്തുകൾ, ക്യാമറകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ച് പൂന്തോട്ടം സ്ഥാപിക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായി പനങ്ങാട് സ്കൂളിനു മുൻവശം, MARM ഹൈസ്കൂളിനു മുൻവശം, രജിത സുന്ദരൻ റോഡ്, MCF എന്നിവിടങ്ങളിൽ പൂന്തോട്ടമുണ്ടാക്കി സംരക്ഷിച്ചു വരുന്നു. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ MCF വിപുലീകരണ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലെ തന്നെ ഏറ്റവും വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ MCF ആക്കി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. 20 ലക്ഷം രൂപ ചെലവഴിച്ച് 8,575 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് MCFന്റെ വിപുലീകരണം നടത്തിയിട്ടുള്ളത്. സോർട്ടിംഗ് ടേബിൾ, ബെയിലിംഗ് മെഷീൻ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും 6,800,000 രൂപ ചെലവിൽ MCFൽ ഒരുക്കിയിട്ടുണ്ട്. പോഴങ്കാവ് കുളത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തെ തുടർന്ന് കലങ്ങളായിട്ട് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നീന്തൽ പരിശീലനം. 100 കണക്കിന് കുട്ടികളാണ് വർഷം തോറും നീന്തൽ പരിശീലനം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ 2025 പദ്ധതിയുടെ ഭാഗമായി വേറിട്ട ഒരു പ്രവർത്തനം കൂടി ഏറ്റെടുത്തു. നീന്തൽ പരിശീലനത്തിന് വരുന്ന കുട്ടികളിൽ നിന്ന് മികവ് തെളിയിച്ച കുട്ടികളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു നീന്തൽ ടീം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രീനാരായണപുരത്തിന് സാധ്യമായി എന്നുള്ളതാണ്. കൂടാതെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി സംരംഭങ്ങളും ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി തൊഴിൽ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ നൽകിക്കൊണ്ട് ഏകദേശം 10ഓളം വരുന്ന യൂണിറ്റുകൾക്ക് സഹായം നൽകാനായിട്ട് സാധിച്ചു. ലൈഫ് വീട് 517, ലൈഫ് ഭൂമി 75, പുനർഗേഹം പദ്ധതിയിലൂടെ സ്ഥലവും വീടും 46 പേർക്ക്, റീബിൽഡ് കേരള 34, ആശ്രയ പദ്ധതി 3, 675 പേർക്ക് താമസ സൗകര്യമൊരുക്കി. കൂടാതെ ഭവന പുനരുദ്ധാരണത്തിന് അർഹരായവർക്ക് പ്രതിവർഷം ധനസഹായം നൽകി വരുന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി 66 പേരെ കണ്ടെത്തി അവരുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വീടും സ്ഥലവും ഭക്ഷണവും വസ്ത്രവും മരുന്നുകളും നൽകി വരുന്നു. 2025 ഒക്ടോബർ 31 അതിദരിദ്രരില്ലാത്ത ഗ്രാമപഞ്ചായത്തായി ശ്രീനാരായണപുരം പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. ശ്രീനാരായണപുരത്തെ ജനങ്ങളുടെ ദീർഘകാലത്തൊരാവശ്യമായിരുന്നു പഞ്ചായത്തിൻ്റെ സ്വന്തമായൊരു പാർക്ക് രൂപപ്പെടുത്തുക എന്നുള്ളത്. ഈ ഭരണസമിതി അത് വളരെ ഗൗരവമായി ആലോചിച്ചു. അഞ്ചങ്ങാടി ലോറിക്കടവിൽ
ബ്ലൂ പേൾ ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചുകൊണ്ടാണ് അതിന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമായിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുസ്ഥലങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം പാർക്കുകൾ സ്ഥാപിക്കും. ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശ്രീനാരായണപുരത്തെ ജനങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളുടെ ഭാഗമായി ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോകും. കൃഷി ജീവിതലഹരിയാക്കിയ നിരവധി കർഷകരുടെ നാടാണ് ശ്രീനാരായണപുരം. പദ്ധതി വിഹിതത്തിന്റെ 20% വരുന്ന തുക വർഷം തോറും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു വരുന്നു. പൂഗ്രാമം പദ്ധതി, പച്ചക്കറി കൃഷി, കിഴങ്ങുവർഗ കൃഷി, തെങ്ങിൻ തൈ വിതരണം, തെങ്ങിന് ജൈവവളവും കുമ്മായവും, വാഴക്കന്ന് വിതരണം തുടങ്ങിയ പദ്ധതികൾ എല്ലാ വർഷവും ഏറ്റെടുക്കുന്നു. മുരിങ്ങ ഗ്രാമം, ഔഷധ സസ്യങ്ങളുടെ വ്യാപനം തുടങ്ങിയ പദ്ധതികൾ പല വർഷങ്ങളിലായി ഏറ്റെടുത്തിട്ടുണ്ട്. 2025-26 വർഷത്തിൽ കപ്പലണ്ടി കൃഷി നടത്തി വിളവെടുക്കാനായത് അഭിമാനകരമാണ്. ഭൗമസൂചികയിൽ ഇടം നേടിയ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയുടെ പ്രധാന ഉൽപാദന കേന്ദ്രമാണ് ശ്രീനാരായണപുരം. പൊട്ടുവെള്ളരി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൊട്ടുവെള്ളരി കർഷകർക്ക് സബ്സിഡിയും നൽകി വരുന്നു. ശ്രീനാരായണപുരത്തിനെ തരിശുരഹിത ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള നടപടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കാർഷിക മേഖലയിലാകെ 1,85,37,751 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യമായി കാവുകളുടെ പഠനമാണ് നടത്തിയത്. ശങ്കുളങ്ങര കാവാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. തുടർന്ന് പഞ്ചായത്തിലെ എല്ലാ കാവുകളെക്കുറിച്ച് പഠനം നടത്തി സർവേ നടത്തി 33 കാവുകളാണ് കണ്ടെത്തിയത്. പിന്നീട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തീരദേശത്ത് 4 വാർഡുകളിലായി ജൈവ കവചം കടൽ തീരത്ത് വെച്ച് പിടിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തിയാണ് അതിനാവശ്യമായ തൊഴിൽ ദിനങ്ങൾ കണ്ടെത്തിയത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ 21 വാർഡുകളിലും 2020 മുതൽ 2025 വർഷ കാലയളവിൽ 5,928 പേർക്ക് പരിചരണം കൊടുത്തു വരുന്നു. ശ്രീനാരായണപുരത്തെ സാംസ്കാരിക പ്രവർത്തകരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഒരു മനോഹരമായ സ്റ്റേജ് നിർമ്മിച്ച് നൽകണമെന്നുള്ളത്. ശ്രീനാരായണപുരം സെൻറ്ററിൽ മാർക്കറ്റ് ഓഡിറ്റോറിയം ചെറിയ ഓഡിറ്റോറിയമായിരുന്നു. അത് വിപുലമായിട്ടുള്ള ഒരു സ്റ്റേജ് തയ്യാറാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചു. ഇവിടെ ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകം ഉൾപ്പെടെ എസ്.എൻ. പുരത്ത് പ്രായോഗികമാക്കുക, കളിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു. സ്റ്റേജ് വെച്ച് കെട്ടി പ്രൊഫഷണൽ നാടക മത്സരങ്ങളിലെല്ലാം മുന്നോട്ട് വരിക എന്നുള്ളത് സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു സ്റ്റേജ് നിർമ്മിച്ച് നാടകവും മറ്റ് കലാപരിപാടികളും കലാകാരന്മാർക്കെല്ലാവർക്കും ഒത്തുചേരാവുന്ന ഒരു കേന്ദ്രമാക്കി ആ ഓഡിറ്റോറിയത്തെ മാറ്റുക എന്ന ലക്ഷ്യം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ നൂതന പരിഷ്കരണങ്ങൾ നിറം വർദ്ധിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് നിരവധി പദ്ധതികൾ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഉച്ചഭക്ഷണ പരിപാടിക്ക് പുറമെ പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ LP സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും പ്രഭാത ഭക്ഷണം നൽകി വരുന്നു. വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നോൺ റോഡ് ഫണ്ട് ഉപയോഗിച്ച വിവിധ പദ്ധതികൾ ഈ കാലയളവിൽ ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം, ചെസ് പരിശീലനം, കായിക പരിശീലനം എന്നീ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. നീന്തൽ പ്രതിഭകളെ വളർത്തുന്നതിനായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് തുടർ പരിശീലനവും നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിലേക്കും പ്രാദേശിക ലൈബ്രറികളിലേക്കും പത്രമാസികകളും ആനുകാലികങ്ങളും, സ്കൂളുകളിലേക്ക് ബയോബിന്നുകളും, കളക്ടേഴ്സ് അറ്റ് സ്കൂൾ, പ്രാദേശിക ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം, സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു.
പഞ്ചായത്ത് അതിർത്തിയിലെ 17 വിദ്യാലയങ്ങളിലും അക്കാഡമിക് ഇതര പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിവരുന്നു. ഭരണസമിതിയുടെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്സായ മാർക്കറ്റ് ബിൽഡിംഗ് അത് നല്ല രീതിയിൽ വിപുലപ്പെടുത്തുകയും പുതിയ തരം സംരംഭങ്ങൾ രൂപപ്പെടുത്തുകയും സ്വയം തൊഴിൽ നൽകാൻ സാധിക്കുകയും അതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാനും പഞ്ചായത്തിന് സാധിച്ചു. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥയിലുണ്ടായ മാറ്റം, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നടന്ന രൂക്ഷമായ മഴ നമ്മളുടെ തീരദേശ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് വെള്ളക്കെട്ട് അനുഭവിച്ച പ്രദേശങ്ങളിൽ സമയബന്ധിതമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് അത് തീരുമാനത്തിലെത്തിക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നമായിരുന്നു കുടിവെള്ള ക്ഷാമം. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സാമ്പത്തിക ചിലവ് ഒട്ടും തന്നെ കണക്കിലെടുക്കാതെ കൃത്യസമയത്ത് വെള്ളം എത്തിക്കാനും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷീരവികസന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീര സഹകരണ സംഘങ്ങൾ വഴി പാലളക്കുന്ന മുഴുവൻ ക്ഷീര കർഷകർക്കും വർഷം തോറും സബ്സിഡി നൽകി വരുന്നുണ്ട്. 2025-26 സാമ്പത്തിക വർഷം ഏറ്റെടുത്തിട്ടുള്ള ക്ഷീരഗ്രാമം പദ്ധതിയിലൂടെ പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തമാകുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നിരവധി വികസനങ്ങളുടെ റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ഈ നമ്മുടെ അടുത്ത പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നോടിയായിട്ട് പദ്ധതികളൊക്കെ തീരുമാനിച്ച് വച്ചിരിക്കുന്ന റോഡുകളും മറ്റു പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു. മഴയുടെ കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ടാറിങ്ങിലേക്ക് പോകേണ്ട വിവിധ വാർഡുകളിലുള്ള റോഡുകളൊക്കെ നമുക്ക് ടാറിങ്ങിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളായിട്ട് പോലും ഏതാണ്ട് 11 കോടിയോളം രൂപ റോഡ് ഇനത്തിന് മാത്രം ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവസാന കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, റോഡ് മാത്രമല്ല, നമുക്ക് ഗ്രാമപഞ്ചായത്തിനകത്ത് 21 വാർഡിലും 100% വൈദ്യുതീകരിച്ച് നമ്മുടെ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിട്ടുകിട്ടിയ സർക്കാർ രേഖയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ റോഡുകളിലും നമുക്ക് തെരുവുകളൊക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറുള്ള ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം പരമാവധി 100 ദിവസത്തെ തൊഴിൽ ആവശ്യാധിഷ്ഠിതമായി നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2008 വർഷത്തിലാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. 2021-2025 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി വ്യത്യസ്തമായ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. കടൽ തീരത്ത് ജൈവ കവചം കണ്ടൽ സംരക്ഷണവും നീർച്ചാലുകളുടെ പുനരുദ്ധാരണവും നഴ്സറികളും സമഗ്ര ഭൂവികസനവും പദ്ധതിയിലൂടെ ചെയ്തിട്ടുണ്ട്. 21 വാർഡുകളിലായി 416.8 മീറ്റർ കോൺക്രീറ്റ് റോഡും 2309.60 മീറ്റർ ടൈൽഡ് റോഡും 300 മീറ്റർ കാനയും ഈ കാലയളവിൽ പണിത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി സംയോജിച്ച് 4 കിലോമീറ്ററോളം കടൽ തീരത്ത് പുന്ന, പുപ്പരത്തി, വുങ്ങ്, മുള എന്നിവ വെച്ച് പിടിപ്പിച്ച് തീരദേശ ജൈവ കവചം സൃഷ്ടിച്ചു. കുറുന്തോട്ടി, കൂർക്ക, കപ്പലണ്ടി, പച്ചക്കറികൾ എന്നിവ JLG ഗ്രൂപ്പുമായി സഹകരിച്ച് വിളവെടുത്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2020-25 കാലയളവിൽ ജനക്ഷേമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് പദ്ധതിയിലൂടെ അപേക്ഷിച്ച 80% പേർക്കും വീടും സ്ഥലവും നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങളും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികൾക്ക് 6 അംഗനവാടികൾക്കാണ് നമ്മൾക്ക് സ്ഥലമില്ലാതിരുന്നത്. അതിൽ 4 അംഗനവാടികളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സുമനസ്സുകളുടെ സഹായത്തോടെ 4 അംഗനവാടികൾക്ക് സ്ഥലം ലഭിക്കുകയും അതിൽ നമ്മൾക്ക് കെട്ടിടങ്ങൾ പണിത്
കുട്ടികളിൽ ഹൈടെക് കെട്ടിടങ്ങളാക്കി കുട്ടികളെ പഠിക്കുവാനുള്ള സൗകര്യമൊരുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ജില്ലാ പഞ്ചായത്ത് വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടുത്തി 27,40,000 രൂപയോളം ചെലവഴിച്ച അങ്കണവാടിയിലെ കുട്ടികൾക്ക് പോഷകാഹാരം നൽകി വരുന്നു. പാൽ, മുട്ട ബിരിയാണി, കഞ്ഞി, ചോറ്, എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ 2 തരം കറികൾ, അട, കൊഴുക്കട്ട, കപ്പലണ്ടി മിഠായി, ധാന്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭിന്നശേഷി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവരെ കണ്ടെത്തി അവരുടെ അഭിരുചികൾക്കനുസരിച്ച രീതിയിൽ ഭിന്നശേഷി കലോത്സവം എല്ലാ വർഷവും നടന്നുവരുന്നു. ഇതിനായി പഞ്ചായത്ത് തലത്തിൽ എല്ലാ വർഷവും 1 ലക്ഷം രൂപ വീതം നൽകി വരുന്നു. കൂടാതെ 1,50,000 രൂപ ചെലവഴിച്ച് എല്ലാ വർഷവും വാർഡ് തലത്തിലുള്ള വയോജന സംഗമവും നടന്നുവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഭിന്നശേഷിക്കാർക്കുള്ള ക്യാമ്പ് സംഘടിപ്പിച്ച് അവർക്കുള്ള സഹായ ഉപകരണങ്ങളും നൽകി വരുന്നുണ്ട്. വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കേൾവിക്കുറവുള്ളവരെ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി എല്ലാ വർഷവും ഇതിൻ്റെ മെയിൻ്റനൻസിനുള്ള തുകയും വകയിരുത്തി പോരുന്നുണ്ട്. അങ്കണവാടികളുടെ ഉന്നമനത്തിനായി ബാലസൗഹൃദ പെയിന്റിംഗ്, അങ്കണവാടിയിലേക്ക് കളിയുപകരണങ്ങൾ, അങ്കണവാടിയിലേക്ക് മിക്സർ ഗ്രൈൻഡർ, ഫാൻ, ക്ലീനിംഗ് ലോഷനുകൾ എന്നിവയ്ക്കായും പഞ്ചായത്ത് തുക അനുവദിച്ചു വരുന്നു. 2021-22 വർഷത്തിൽ 89,58,366 രൂപ, 2022-23 വർഷത്തിൽ 68,71,336 രൂപ, 2023-24 വർഷത്തിൽ 18,58,937, 2024-25 വർഷത്തിൽ 74,32,676 രൂപ, 2025-26 വർഷത്തിൽ 11,04,606 രൂപ എന്നിങ്ങനെ ആകെ 5 വർഷത്തിൽ ഈ മേഖലയിൽ ചെലവഴിച്ചത് 2,62,65,021 രൂപയാണ്. GFLP ബേക്കോട് സ്കൂളിൽ 1 കോടി രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്ററുടെ ശ്രമത്തിൻ്റെ ഫലമായി 1 കോടി രൂപയുടെ ബിൽഡിംഗ് അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ GLPS വെമ്പല്ലൂരിലും ഇതുപോലെ തന്നെ 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. അതോടെ തന്നെ നമ്മുടെ GLPS ആമണ്ടൂരിൽ ഇപ്പോൾ 30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള എല്ലാ സ്കൂളുകളിലും വേണ്ടത്ര രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 5 വർഷ കാലഘട്ടം. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയുന്നത് വായനാ വാരാചരണമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മറ്റ് കലാകാരന്മാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ കലാപരിപാടികളും അതുപോലെ തന്നെ വായനാ മത്സരങ്ങളും മറ്റു കാര്യങ്ങളുമായി നല്ല രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടന്നു പോവുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രം പടിഞ്ഞാറെ വെമ്പല്ലൂർ തീരദേശ മേഖലയാണ്. ഏകദേശം 21 വാർഡുകളാണ് പ്രസ്തുത പഞ്ചായത്തിന്റെ പരിധിയിലുള്ളത്. 40,267 ജനസംഖ്യ. ജനങ്ങളുടെ പ്രാഥമിക ആരോഗ്യം സംരക്ഷിക്കുന്നതാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രതിദിനം 350-നും 400-നും ഇടയിൽ രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. മേൽപ്പറഞ്ഞ കാലയളവിൽ പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതി, ഡോക്ടർ, സ്റ്റാഫ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നിയമിച്ചു. ഇത് മികച്ച സേവനം ലഭിക്കുന്നതിനു വേണ്ടിയാണ്. കൂടാതെ ദേശീയ ആരോഗ്യ പരിപാടികൾ, മലേറിയ കൺട്രോൾ പ്രോഗ്രാം, ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, കൊതുകുജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, മറ്റ് ദേശീയ പൊതുജനാരോഗ്യ പരിപാടികളും മികച്ച രീതിയിൽ നടന്നുവരുന്നു. കൂടാതെ ജീവിതശൈലി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ 21 വാർഡുകളിലും നടന്നുവരുന്നു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി പൊതുജനാരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും ചേർന്ന് കുടിവെള്ള സ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നു. ക്ലോറിനേഷൻ, അതോടൊപ്പം തന്നെ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ തടയുന്നതിനു വേണ്ടി ഡോക്സിസൈക്ലിൻ ഗുളികകൾ ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ നടന്നുവരുന്നു.
കൂടാതെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള അതിഥി തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക സ്ക്രീനിംഗ് ക്യാമ്പുകൾ നടത്തിവരുന്നു. കൂടാതെ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച AAM സെന്ററിനുള്ള കായകൽപ്പം അവാർഡ് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ശാന്തിപുരത്തിനാണ് ലഭിച്ചത്. ഇത് ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആശാ വർക്കർമാരുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു. ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയാൻ കഴിയുന്നത് ഭരണസമിതിയുടെ കൂട്ടായ്മയാണ്. ഭരണസമിതിയുടെ കൂട്ടായ്മയുടെ ഫലമായി ഗ്രാമപഞ്ചായത്ത് അതിർത്തിക്കകത്ത് നിരവധിയായ ഗവൺമെൻറ് സ്കീമുകൾക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മിനി സിവിൽ സ്റ്റേഷനും വില്ലേജ് ഓഫീസും ഒക്കെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നത്. കൂടാതെ കയ്പമംഗലം MLA ആയ ശ്രീ ടി ടൈസൺ മാസ്റ്ററുടെ ഫണ്ടിൽ നിന്നും തുക ലഭിച്ചതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കളിസ്ഥലമായാലും മറ്റ് റോഡ് വികസന പദ്ധതികളായാലും ഗ്രാമപഞ്ചായത്തിന് സർക്കാരിൽ നിന്ന് ധനസഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം പണിയുന്നതിനും ആമണ്ടൂർ സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതിനും സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തിക്കൊണ്ട് പഞ്ചായത്ത് നൽകുകയുണ്ടായി. അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് വേണ്ടി ഭൂമി കണ്ടെത്തുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മനസ്സോടുത്തിരി മണ്ണ്. സൗജന്യമായി ഭൂമി വിട്ടു ലഭിക്കുന്നതിനുള്ള ഈ പദ്ധതിயின் കീഴിൽ 6 പേർക്ക് നല്ലവരായ ജനങ്ങളിൽ നിന്നും ഭൂമി കണ്ടെത്തി നൽകുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടത് തന്നെയാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ നാം ദർശിച്ച കൂട്ടായ്മയും അതുപോലെ തന്നെ സർവ്വതല സ്പർശിയായ വികസനോന്മുഖ കാഴ്ചപ്പാടും തുടരണമെന്നാണ് ഞങ്ങൾ ജീവനക്കാർ ആഗ്രഹിക്കുന്നത്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ചെയ്തു തീർക്കാൻ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നതാണ് ഈ ഭരണസമിതിയുടെ നേട്ടം.